അന്യോങ് ആർമീസ്. അപ്പൊ ഇപ്പൊ അടുത്ത് അരിറങ് ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജങ്കുക്കും വിയും കൂടെ സ്നോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് വെറൈറ്റി ഷോയിൽ പോയിരുന്നല്ലോ. അപ്പൊ TBSന്റെ ഒരു സ്നോമാൻ എന്ന് പറഞ്ഞുള്ള ഷോയില് നമ്മളെ തേക്കുക പോയിട്ടുള്ള ആ ഒരു എപ്പിസോഡിന്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ കുറെ ചലഞ്ചുകളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു സ്നോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോ സ്നോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് ഐഡിയൽ ഗ്രൂപ്പ് തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ, അതായത് ഈ ഒരു സ്നോമാൻ ഷോനും അതിലുള്ള ഐഡിയൽ മെമ്പേഴ്സിന്റെയും ഒന്നും വലിയ ഐഡിയ ഇല്ല. അവർ മെമ്പേഴ്സ് മാത്രമല്ലാതെ പുറമേ നിന്നുള്ള ഐഡിയൽ ഗ്രൂപ്പ്സ് മെമ്പേഴ്സിനെയും അതേപോലെ തന്നെ വേറെ ഇൻവൈറ്റീസിനെ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കലുണ്ടെന്ന് കേട്ടു. അപ്പോൾ ജങ്കുക്ക് വിയും വന്നിട്ടുള്ള ആ ഒരു എപ്പിസോഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പറയുന്നത് കണ്ടസ്റ്റൻസ് അതേപോലെ തന്നെ MC ഒക്കെ ആയിട്ടാണ്. തേക്കൊക്കെ ഒഴിച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്നവരെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോണത്. ഡോണ്ട് ടേക്ക് മീ റോങ്, എനിക്ക് അങ്ങനെ അവരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ഇടുക. ഞാൻ എനിക്ക് കിട്ടിയ ഐഡിയ അനുസരിച്ചിട്ട് ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഷോ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോണെങ്കിലും ഈ ഷോയിൽ വി ആൻഡ് ജങ്കുക്ക് വന്ന ആ പാർട്ടുകൾ മാത്രമാട്ടോ ഞാൻ സ്പെസിഫിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ഭാഗങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത് എന്തായാലും നമ്മൾ ഈ ഒരു വി ആൻഡ് ജങ്കുക്കിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയായിരുന്നു ബാക്കി ഭാഗങ്ങൾ, ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അവരുടെ ഒരു ചർച്ചയും കാര്യമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിയും ജങ്കുക്കും വന്ന പാർട്ടിന്റെ ഭാഗങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഷോന്റെ സ്റ്റാർട്ടിങ്ങിൽ MC BTSനെ ജങ്കുക്കിനെ വിനെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് സാധാ പോലെ അവരെല്ലാ സ്ഥലത്തും പോണ പോലുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും അവർ ആ ഒരു മിലിറ്ററി എൻലിസ്റ്റ്മെന്റിന്റെ കാര്യം അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പോണത്. ആ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം പിന്നെ അവർ ആ സ്റ്റേജിലേക്കുള്ള ഒരു ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നെ ഈ ഇതിൽ ഉള്ള കണ്ടസ്റ്റന്റിന്റെ ഉള്ള അടുത്തേക്ക് അവരോട് വരാൻ പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്ക് രണ്ടാളും കൂടി പോവുകയാണ്. ഇനി ഇവർ ആ ഒരു കണ്ടസ്റ്റൻസും MC ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴുള്ള സംഭവങ്ങൾ ഹിലേരിയസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ കണ്ടിട്ടുള്ള എക്സൈറ്റ്മെന്റിൽ അവരുടെ ഒരു സംസാരവും കാര്യങ്ങളും കാട്ടിലും കൂട്ടിലും കണ്ടാൽ നല്ല രസമുണ്ടായിരുന്നു ഒരു സീന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അവരോട് അവിടെ വന്നതിന് അവരൊരു താങ്ക്സ് ആയി MC അറിയിക്കുന്നുണ്ട്. അപ്പോൾ വിയും ജങ്കുക്കും തിരിച്ചും താങ്ക്സ് അറിയിക്കുന്നുണ്ട്. എന്നിട്ട് വി പറയുന്നുണ്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഞങ്ങൾ എല്ലാവരും ഗ്രീറ്റ് ചെയ്താലും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ സാധാ 1 2 3 ഹലോ വി ആർ BTS വി ആൻഡ് ജങ്കുക്ക് എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഈ സംസാരിക്കുമ്പോൾ അവിടെ MCയും അതേപോലെ തന്നെ കണ്ടസ്റ്റൻസും മിക്സപ്പ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഞാൻ ആരൊക്കെയാണെന്ന് എടുത്ത് പറയുന്നില്ല, എനിക്ക് അവരെ നെയിമും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട്. അങ്ങനെ പിന്നെ MC ഇത് വളരെ അൺറിയൽ ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. എന്നാലും തന്നെ നേരത്തെ ആ ഒരു നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഞാൻ അങ്ങനെ കാഷ്വലി പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഒരു ഷോയിൽ അപ്പിയർ ചെയ്യാനുള്ള കാരണം, എന്താണ് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ ചോദിക്കുമ്പോൾ വി പറയുന്നുണ്ട്, ഞങ്ങളെ ഫാൻസ് ആർമീസ് ജപ്പാനിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും എന്നുള്ള അതുകൊണ്ട് മാത്രമാണോ എന്നുള്ള തരത്തിൽ ചോദിക്കുമ്പോൾ വി പറയേണ്ടത് മാത്രമല്ല ഞങ്ങൾ ഈ ഒരു ഷോന്റെ ഫാൻസ് ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്നോമാൻ എന്ന് പറഞ്ഞുള്ള ഷോ അറിയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വി എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജങ്കുക്ക് ഒരു കരിസ്മാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ഷോയിൽ വരുന്ന ഒരു ഇതാണ്. അങ്ങനെ പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും സ്നോമാൻ ഈ ഒരു ഷോ കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ വി പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കുറെ ചലഞ്ചസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ ഇതിന് മുന്നേ വീന ഒരു ജപ്പാനീസ് ഇന്റർവ്യൂ എടുത്ത മെഗൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ പറയുന്നുണ്ട്. ആ ആള് അവിടെ ഇല്ല, അതായത് ഇവരെ കൂട്ടത്തിലുള്ളതാണ്. ആ ആൾ അവിടെ ഇല്ല. വിയും അയാളും നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വി അപ്പോൾ പറയുന്നുണ്ട് ആ ശരിയാണ് ഞങ്ങളൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സ് പറയുന്നുണ്ട് 3 മെമ്പേഴ്സ് ഇന്ന് ഇവിടെ അല്ല, അവരെന്തായാലും ജലസ് ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനവർ MC ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, ഞാനൊരു ടൈപ്പ് സാഡാണ് അവരില്ലാത്തതുകൊണ്ട് എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ ആ MC ചോദിക്കുന്നത് നിങ്ങൾക്ക് ജപ്പാനിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വി പറയുന്നുണ്ട് എനിക്ക് ജാപ്പനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് കൺവീനിയൻസ് സ്റ്റോറത്തെയാണോ ഫുഡ് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ഏത് ഫുഡാണ് ഇഷ്ടം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വി പറയുന്നുണ്ട് ഡംപ്ലിങ്സ് ഇഷ്ടമാണ്, മന്ദാരിൻ ഓറഞ്ചസ് ഇഷ്ടമാണ്, പുഡിങ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് മന്ദാരിൻ പുഡിങ് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും കഴിഞ്ഞ് പിന്നെ ജങ്കുക്കാണ് തനിക്ക് ഇഷ്ടമുള്ള പറയുന്നത് ടൂണ മയോണൈസ് സ്നാക്സ്, ഒനിഗിരി റൈസ് ബോൾസ്, അങ്ങനെ മൊജായാക്കി. അപ്പൊ ജങ്കുക്ക് അത് പറയുമ്പോൾ അവിടെ ഒരു കണ്ടസ്റ്റന്റ് പറയുന്നുണ്ട് മൊജായക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് കഴിക്കുന്നത് അമേസിങ്, സൗണ്ട്സ് അമേസിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് മൊജായക്ക് കൺവീനിയൻസ് സ്റ്റോർ നല്ല കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുറത്ത് പോകാറുണ്ട്, അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ പുറത്ത് പോകാറുണ്ട് ചോദിക്കുമ്പോൾ ജങ്കുക്കാൻ പോകാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യാറില്ലെന്ന് ചോദിക്കുമ്പോൾ ജങ്കു പറയുന്നുണ്ട് അല്ല വല്ലാതെ ഒന്നുമില്ല, അങ്ങനെ നോട്ടീസ് ചെയ്യാറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു MC പറയുന്നുണ്ട് ജങ്കുക്ക് സമ്മറിൽ ജപ്പാനിൽ വന്നപ്പോൾ കൺവീനിയൻസ് സ്റ്റോറിൽ പോയിരുന്നു, ആ ഒരു കൺവീനിയൻസ് സ്റ്റോറത്തെ ഇതും കൊണ്ട് ജങ്കുക്ക് വളരെ ഇംപ്രസ്ഡ് ആയി എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ജങ്കുക്കിനെ കണ്ടിരുന്നു, പക്ഷെ
ജങ്കുക്കിനെ നേരിട്ട്, അതായത് ജപ്പാനിൽ കണ്ടിരുന്നു, പക്ഷെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ഒരു ഇതും കൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട് ജങ്കുക്ക് അന്തം വിടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു കണ്ടസ്റ്റന്റ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫേവറേറ്റ് ജപ്പാനീസ് ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, ഇവർ ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പോൾ ഹന എന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഹനയാണോ എന്നുള്ള ക്വസ്റ്റനിൽ ചോദിക്കുമ്പോൾ വി പറയുന്നത് ബ്ലൂ ജീൻസ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു അക്കാഡമി അവാർഡ് വിൻ ചെയ്യണ പോലെയാണ് ഫീൽ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്, ആ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റന്റിനോട് നീ ഫാൻ ആണോ ചോദിക്കുന്നുണ്ട്, BTS ഫാൻ ആണോ ചോദിക്കുമ്പോൾ അയാൾ, ആ ഒരു ലേഡി പറയുന്നുണ്ട് ഞാന്, അതായത് അവര് ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു റീസൺ BTS ആണെന്നുള്ളത് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആള് ഭയങ്കര ഇമോഷണലി ഇവരെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഈ കേട്ട വേറെ കണ്ടസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് നീ അപ്പോൾ ഈ ഒരു ഇത് ആർട്ടിസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള കാരണം BTS ആയിരുന്നു ചോദിക്കുമ്പോൾ ആ ഒരാൾ കരയുണ്ട്. ഇത് കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട്, അതായത് ഭയങ്കരമായിട്ട് ഹാപ്പി എന്നുള്ള ടൈപ്പിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആള് പറയുന്നുണ്ട്, ആ ഒരു ലേഡി പറയുന്നുണ്ട് ഞാൻ ജപ്പാനിലെ റൂക്കി അവാർഡ് വിൻ ചെയ്തപ്പോൾ പോലും ഇത്രത്തോളം കരഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുള്ളതേപോലെ ഒരു കണ്ടസ്റ്റന്റ്, ഒരു ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് അവർ നീ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരല്ലേ അതുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ വി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഡാൻസും അറിയാന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ MC പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഡാൻസ് ചെയ്താലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം അവർ ഒരു ഷോന്റെ മെയിൻ തന്നെ ഡാൻസ് ചാലഞ്ചസ് ആണല്ലോ. അങ്ങനെ പിന്നെ അവർ ആ ഒരു ഡാൻസിന്റെ കാര്യം, ഡാൻസ് ചാലഞ്ചിന്റെ കാര്യം പറയുകയാണ്. അപ്പോൾ വിയും ജങ്കുക്കും അവരെ കൂടെ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു ഡാൻസ് ചാലഞ്ച് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് വന്ന ആ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ജങ്കുക്കും വിയും കൂടെ ഒരു ഡാൻസ് ചാലഞ്ച് ചെയ്യുന്നത്. അത് ഡൈനാമൈറ്റ് ആയിരുന്നു കേട്ടോ അവർ ചെയ്ത ആ ഒരു ഡാൻസ്. അങ്ങനെ ഈ ഒരാളത് കഴിയുമ്പോൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ കൂടെ ഇവരെ കൂടെ കളിക്കാനുള്ള അവരെ സെലക്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഹോസ്റ്റ് വീനോടും ജങ്കുക്കിനോടും കൂടി ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പം ജങ്കുക്ക് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര സ്റ്റിഫ് ആയതുകൊണ്ട് എനിക്ക് നേരെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിലൊരു സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു MC പറയുന്നുണ്ട് ഞങ്ങൾ കേട്ടത് വി കുറച്ച് ഷൈ ആണെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീനോട് ചോദിക്കുന്നുണ്ട്. വി എൻലിസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് വി ഭയങ്കര ബൾക്കപ്പ് ചെയ്തിട്ട് ബോഡി ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി പറയേണ്ടത് ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ എത്ര കിലോഗ്രാം ആണ് അപ്പോൾ കൂടിയിരുന്നത് ഈ ഒരു ബോഡി ബിൽഡൊക്കെ ചെയ്തപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു 81 കിലോഗ്രാം ഞാൻ കൂടിയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഏന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഫോർ ഈ ഒരു എൻലിസ്റ്റ്മെന്റിന്റെ മുന്നേ എത്ര ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വി 61 കിലോഗ്രാം ആയിരുന്നു പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് 20 കിലോയോളം വി അപ്പോൾ ഈ ഒരു എൻലിസ്റ്റ്മെന്റിന്റെ ഉള്ളിൽ കൂടി എന്നുള്ളത് പറയുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ മസിൽസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു അത്ലറ്റിന്റെ പോലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജാപ്പനീസ് ഇപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ സർപ്രൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി പറയുന്നുണ്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ കുറെ അത്ലറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ്ങോ മെത്തേഡോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ MC ചോദിക്കുമ്പോൾ ഈ പറയുന്ന പുഷപ്പുകൾ ഉണ്ടായിരുന്നു, സ്റ്റാൻഡപ്പ് ആൻഡ് ലേയിങ് ഡൗൺ ആയിട്ടുള്ള 2 സെറ്റ്സ്, പിന്നെ അത് 72 എണ്ണം 2 മിനിറ്റ്സിന്റെ ഉള്ളിൽ ചെയ്യണം. പിന്നെ സിറ്റപ്സ് 86 എണ്ണം 2 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യണം. പിന്നെ റണ്ണിങ് 3 കിലോമീറ്റർ 12 മിനിറ്റ് 45 സെക്കൻഡിന്റെ ഉള്ളിൽ, പിന്നെ 40 പുഷപ്സ് പെർ സെറ്റ് അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു MC പറയുന്നുണ്ട് കുറച്ച് മുന്നേ ഒരു കിലോഗ്രാം വീന്റെ തൂക്കം എത്ര നോക്കിയപ്പോൾ 81 കിലോഗ്രാം ആയിരുന്നു, ഇപ്പൊ എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വി പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഡയറ്റിങ്ങിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 63 കിലോഗ്രാം ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു MC പറയുന്നുണ്ട് അപ്പോൾ ഇയാളെ ബോഡി ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഏതാണോ റോൾ അനുസരിച്ച് അത് ഡിപ്പെൻഡിങ് ആയിട്ട് ഇങ്ങനെ മാറുന്ന ഒരു ബോഡി ടൈപ്പ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ വി പറയുന്നുണ്ട് ഞാൻ അത് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതേ ഈ ഒരു MC പറയുന്നുണ്ട് ഇത് ഒരുപാട് മാറുന്നുണ്ട്. എന്തായാലും എന്താ വെച്ചാൽ 63 കിലോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ആദ്യത്തെ ആ ഒരു പേഴ്സണേ അല്ല ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള ടൈപ്പിലുള്ള ഡിഫറൻസ് ആണെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജങ്കുക്കിനോടാണ് ചോദിക്കുന്നത്. ജങ്കുക്കിനോട് പറയുന്നുണ്ട് ജങ്കുക്ക് ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കിനൊക്കെ അറിയപ്പെടുന്ന ഇതാണല്ലോ, മസിൽ ബണ്ണി എന്നാണല്ലോ ഫാൻസിന്റെ ഇടയിൽ അറിയപ്പെടുന്നത്. ഫാൻസ് ജങ്കുക്കിനായിട്ട് തന്ന പേരല്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമാണ്, അതേപോലെ എൻ്റെ ഈ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര മസിൽസ് പെട്ടെന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ബോഡി ടൈപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു MC ചോദിക്കുന്നുണ്ട് ജങ്കുക്കിനോട് ഈ ഒരു ബണ്ണി എന്നുള്ള വിളിപ്പേരുള്ളത് കൊണ്ടാണോ മസിൽ ബണ്ണി എന്ന് വിളിക്കാൻ കാരണം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ എന്റെ നിക് നെയിമിനെ കുറിച്ച് തന്നെ പറയാന്ന് കുറച്ച് വേടല്ലേ, എന്റെ ഒരു നിക് നെയിം അങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചിരിക്കുന്ന ആള്. അപ്പൊ MC പറയുന്നുണ്ട് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയ അനുസരിച്ച് ജങ്കുക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, മെമ്പേഴ്സ് വരെ അന്തം വിട്ട സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് ശരിയാണ്, ഞാൻ ഒരു ടൈം ഇതേപോലെ ഒരു പൈനാപ്പിൾ 2 എണ്ണം ആക്കിയിട്ട് എന്റെ ബെയർ ഹാൻഡ് കൊണ്ട് 2 എണ്ണം ആക്കി മുറിച്ചിരുന്നു, അപ്പൊ അത് കണ്ടപ്പോൾ മെമ്പേഴ്സ് ഒക്കെ അന്തം വിട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ബാക്കി അവിടെ നിന്നവരും കൂടെ അന്തം വിടുന്നുണ്ട് കേട്ടോ.
പിന്നെ ഈ ഒരു MC നേരത്തെ ആ ഒരു ആർട്ടിസ്റ്റിനെ പറഞ്ഞില്ലേ ഇവരെ ഫാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ആളോട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഇപ്പോൾ അവരോട് ചോദിക്കണം എന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വരില്ല ചോദിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആള് ഞാൻ ഇപ്പോഴും കരച്ചിലിന്റെ വക്കിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് നിങ്ങളെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, എന്താ ഞാൻ നിങ്ങളുമായിട്ട് ഒരു മ്യൂസിക് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് നടക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട് കരയണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു 3 minutes ഡാൻസ് ചാലഞ്ച് പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്ന അവരുമായിട്ട് ജങ്കുക്കും വിയും കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ഫാനാണെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അങ്ങനെ 3 പേരുമായിട്ട് ജങ്കുക്കും വിയും കൂടെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവർ ഈ ഒരു ഡാൻസ് ചാലഞ്ചിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ കേട്ടോ. അവർ ജഡ്ജ് ചെയ്യണമെന്നാണ് പിന്നെ കാണിക്കുന്നത്. വീനി ജങ്കുക്കിനല്ല, ആ ഒരു കണ്ടസ്റ്റൻസിന് കാര്യമാണ്. അപ്പോൾ അവരെ ജഡ്ജ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആളോട് ഇവർ പറയുന്നുണ്ട്, വീനോടും ജങ്കുക്കിനോടും ആദ്യമേ ഈ ഒരു 3 ആളെ കൂടി ഡാൻസ് ചെയ്തതിന് 3 തവണ അത് റിപ്പീറ്റ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവളോട് പറയുന്നുണ്ട് ചെറിയൊരു ഇത് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ എന്നുള്ള പറയുമ്പോൾ എന്താ ആ ഒരു ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആൾ എന്നോട് ഭയങ്കര കൈൻഡ്ലി ഒരു സ്മൈൽ എന്നോട് ചിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ അങ്ങനെ ആയിപ്പോയതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അങ്ങനെയാണ് വന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവരവിടുന്ന് ആ ഒരു MC പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് ഇതൊരു ഫാൻ ഇവന്റ് ആണ് എന്നുള്ള ടൈപ്പിക്ക് മാറിയല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താ മിറാക്കിൾസ് മിസ്റ്റേക്സ് എന്ന് വരാന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താ അത് ഈ ഒരു സ്നോമാൻ ഷോയിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതിന് ഗ്ലാഡ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ഒരു ഇതിന്റെ ഡാൻസിങ്ങിൽ ചെറിയൊരു ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീനോട് ഈ ഒരു MC ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഒപ്പം ഡാൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. ഈ പറയുന്നുണ്ട് ഞാൻ ഇമോഷണലി ഭയങ്കര മൂഡായി, കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കൊറിയോഗ്രാഫി ഒക്കെ ഓർത്ത് വെക്കണ്ടല്ലോ എന്നുള്ളതിന്. ഇനി സെയിം ക്വസ്റ്റ്യൻ ജങ്കുക്കിനോട് ചോദിക്കുമ്പോൾ ജങ്കുക്ക് പറയണേ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, എന്താന്ന് വെച്ചാൽ ഫണ്ണായിരുന്നു സംഭവമൊക്കെ, പക്ഷേ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, ഞാൻ വല്ലാതെ വേർക്കണമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങളെ ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനിയും മുന്നോട്ടും എൻജോയ് ചെയ്യണമെന്ന് ഹോപ്പ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ആ ഒരു കണ്ടസ്റ്റൻസ് പോകുന്ന സമയത്ത് ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇനിയും കാണും എന്നുള്ളതിൽ ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ഇനിയും കാണും എന്നുള്ള കാര്യം വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ കണ്ടസ്റ്റൻസ് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഷോന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ചില ഭാഗങ്ങൾ ആ ഒരു കണ്ടസ്റ്റൻസ് മാത്രം സംസാരിക്കുന്ന അവർ മാത്രം ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ബാക്കി വിയും ജങ്കുക്ക് വന്ന ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ സെക്കൻഡ് ഹാഫിന്റെ ട്രാൻസ്ലേഷനായിട്ട് നെക്സ്റ്റ് ഞാനൊരു എപ്പിസോഡ് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.